നമ്മുടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് ശാസ്തമംഗലം ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ തിരഞ്ഞ ഒരു മുഖമുണ്ട്, നമ്മുടെ ശ്രീലേഖ IPSനെ. മാഡം ഇവിടെ ആയിരിക്കുമോ ഇനി വീട്ടിലായിരിക്കുമോ എന്നെനിക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരഞ്ഞ മുഖം ഞങ്ങൾക്ക് കിട്ടി. വളരെ സന്തോഷം. ഇങ്ങനെ ഈ ഒരു ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ നിന്ന് പൊങ്കാല ഇടാൻ കാത്തു നിൽക്കുന്നു. മാഡം ആദ്യമായിട്ടായിരിക്കില്ലല്ലോ? അല്ലല്ല, ഞാൻ വളരെ ചെറിയ പ്രായം തൊട്ട് പൊങ്കാല ഇടുന്ന ആളാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ഞങ്ങളൊരു ഉത്സവം പോലെ പോയി എല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു 50 കഴിഞ്ഞിട്ടുണ്ടാവണം പ്രാവശ്യം. പിന്നെ ഇട്ടിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഓഫീസ് തന്നെ തിരഞ്ഞെടുത്തത്? ഇപ്പം ഞാൻ കൗൺസിലർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ ചേർന്നാണ്, നമ്മുടെ ഒരു കൂട്ടമാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്, ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. അപ്പോൾ എൻ്റെ ഓഫീസിനകത്ത് 2 ബാത്റൂമുണ്ട്, 3 ബാത്റൂമുണ്ട്. അതുപോലെ ആളുകൾക്ക് വെള്ളം വേണമെങ്കിൽ എടുക്കാം, വിശ്രമിക്കാനാണെങ്കിൽ ഇരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇവരുടെ കൂടെ. കൗൺസിലർ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തുള്ള സ്ത്രീകളുടെ എല്ലാം ഒരു കരുതൽ അല്ലേ? തീർച്ചയായിട്ടും അതെൻ്റെ വാഗ്ദാനമായിരുന്നു. കാരണം മറ്റുള്ളവരെക്കാളും കൂടുതൽ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലും ഇവർക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഇതുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്ക് തന്നെ വിളിച്ച് അവരെ ആരെങ്കിലും ഇപ്പോൾ ഉപദ്രവിക്കാൻ വന്നാൽ തന്നെ തടഞ്ഞു നിർത്താനുള്ള ഒരു കരുത്ത്, ധൈര്യം, ശക്തി അതൊക്കെ ഉള്ളത് കൊണ്ട് ആണ് എനിക്ക് അതൊന്ന് പ്രാവർത്തികമാക്കണം എന്നുള്ളത്. രാഷ്ട്രീയത്തിൽ കൂടെ ആ ഒരു സപ്പോർട്ട്, ഒരു ധൈര്യം സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളത്. മാഡം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ന് പൊങ്കാല മാത്രമേ ഉള്ളൂ, ഒരു പൊങ്കാല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് തന്നെ BJPയുടെ സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ശോഭ കരന്ദിലേജി മാഡം വന്നിട്ടുണ്ട്. അപ്പോൾ മാഡത്തിനും ഒന്ന് പൊങ്കാല ഇടുന്നുണ്ട് അവിടെ സ്റ്റേറ്റ് ഓഫീസിൽ വെച്ച്. അപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. എന്ത് തോന്നുന്നു? ഇത്രയും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അതായത് കഴിഞ്ഞ വർഷം വരെ മാഡം ഒറ്റയ്ക്ക് നിന്ന് പൊങ്കാല ഇട്ടു. ഇന്ന് ഇത്രയും സ്ത്രീകളുടെ ഒപ്പം അവർക്കൊരു കരുതലായി നിന്ന് പൊങ്കാല ഇടുമ്പോൾ ഒരു പ്രൊഫഷനിൽ അങ്ങനെ ഒരു കരുത്താർന്ന ഒരു പ്രൊഫഷനിലായിരുന്നു, അവിടുന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അവിടെയും നല്ലൊരു പൊസിഷനിലേക്ക് വരുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു വേഷപ്പകർച്ചകൾ, മാറ്റങ്ങൾ? വളരെ 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 നന്നായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും പേരെ കൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് പൊങ്കാല ഇടിയിക്കാൻ പറ്റുക എന്ന് പറയുന്നതും നല്ലതല്ല. ഇവിടെ ഇപ്പം പാലക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് ഒക്കെ വന്നിട്ടുള്ളവരുണ്ട്. നമ്മുടെ ഇവിടുത്തെ ബന്ധുക്കളുടെ, ഇവിടെയുള്ള വീട്ടുകാരുടെ ബന്ധുക്കളും ഇവിടെ സ്ഥലം തേടി നടന്നപ്പോൾ കിട്ടാതെ ഇവിടെ ഇരുത്തിയവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ വാർഡിലുള്ള ആൾക്കാർ മാത്രമല്ല, പല സ്ഥലത്തു നിന്നുമുള്ള സ്ത്രീകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. വിമർശനങ്ങളെ വളരെ കരുത്തോടെ നേരിടുന്ന ഒരു സ്ത്രീ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വിമർശനം ഉന്നയിക്കുന്ന ആളെ പോലും വേദനിപ്പിക്കാതെ എന്താണ് അതിനുള്ളിലെ യഥാർത്ഥ വസ്തുത എന്നത് വെട്ടിത്തുറന്നു പറയുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഞാൻ മാഡത്തിനെ വിശേഷിപ്പിച്ചാൽ അതിനെ എങ്ങനെ അതിനോടൊരു ജസ്റ്റിഫിക്കേഷൻ നടത്തും? പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എന്നെ ആരെങ്കിലും ഉപദ്രവിച്ച് ദ്രോഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം ആ വ്യക്തിയോട് തോന്നിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആധ്യാത്മികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായതുകൊണ്ട് ഞാനൊരു 8 വർഷങ്ങളായി, 10 വർഷത്തോളമായി ഞാൻ ഒരു ആധ്യാത്മിക പാതയിൽ വന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ എനിക്ക് ആരോടും ഒന്നിനോടും വിരോധമില്ല, എല്ലാവരോടും സ്നേഹവും ഒരു വലിയ ആർദ്രതയും കരുതലും അത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്നെ വിമർശിക്കുന്നവരെ പോലും ഞാൻ ശരിയാവട്ടെ, അവർക്ക് തെറ്റിദ്ധാരണ തിരുത്താനുള്ള ഒരു അവസരം കിട്ടട്ടെ, ആ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് മാത്രമാണ് മനസ്സിൽ പ്രാർത്ഥിക്കാറുള്ളത്. ശ്രീലേഖ മാഡത്തിൻ്റെ പല പോസ്റ്റിന് താഴെയും ഞാൻ കാണുന്ന ഒരു കമൻ്റുണ്ട്, ഞാനതിനെ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല. പണ്ട് പോലീസ് ഓഫീസറായിരുന്നു എന്ന് വെച്ച് ഇപ്പോൾ ആ അധികാരം മറ്റുള്ളവരിൽ കാണിക്കാം, അല്ലെങ്കിൽ ആ ഒരു പരിവേഷത്തിൽ നടക്കാമെന്ന് ചിന്തിച്ചാൽ തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഒരുപാട് പേർ, അവരെ ഞാൻ മൂഢന്മാർ എന്നേ വിളിക്കുകയുള്ളൂ. ഈ വ്യക്തി ശ്രീലേഖ IPS എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ മഹത് വനിത, അവർ അത്രത്തോളം പഠിച്ച് അത്രത്തോളം ബുദ്ധിമുട്ടി തന്നെയാണ് അങ്ങനെ ഒരു പ്രൊഫഷനിലെത്തിയത്. ചുമ്മാതെ ഒരു സുപ്രഭാതത്തിൽ എത്തിയതല്ല. അവിടെ നിന്ന് മാറി മറ്റൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ ആ പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു പദവി മറന്ന് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. പലപ്പോഴും അവിടെ എനിക്ക് പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇപ്പോൾ അത് പ്രതികരിക്കാനുള്ളൊരു അവസരമായി ഞാൻ കാണുകയാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മഹത് വനിത തന്നെയാണ് മാഡം. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ സ്ത്രീകൾ മാഡത്തിനോടൊപ്പം ഇപ്പോൾ കരുത്തായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് നടക്കില്ല, അത്രയേ ഉള്ളൂ.